ബീഹാർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് ആരാണെന്ന ചോദ്യത്തിന്റെ ഉത്തരമായി ചിലർ കോൺഗ്രസ് ആണെന്നും മറ്റു ചിലർ RJD ആണെന്നും വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിരുന്നു. എന്നാൽ ബീഹാറിലെ യഥാർത്ഥ തോൽവി അത് രാഷ്ട്രീയ പ്രചരണത്തിന്റെ ചാണക്യനെന്ന് സ്വയം വിശേഷിപ്പിച്ച പ്രശാന്ത് കിഷോറിന്റെ ജൻസ്വരാജ് പാർട്ടിയാണ്. ബീഹാറിൽ 243 മണ്ഡലങ്ങളിലും മത്സരിച്ച നോട്ട അല്ലാത്ത ഏക പാർട്ടി കൂടിയായിരുന്നു പ്രശാന്ത് കിഷോറിന്റേത്. ഇത്തവണ ബീഹാർ മാറ്റത്തിനു വേണ്ടി ജനവിധി രേഖപ്പെടുത്തുമെന്നും ജൻസ്വരാജ് പാർട്ടി വൻ വിജയം നേടുമെന്നുമൊക്കെ പറഞ്ഞിരുന്ന പ്രശാന്ത് കിഷോർ നിതീഷിന്റെ JDU 25 സീറ്റിലധികം നേടാൻ താൻ തന്റെ പാർട്ടിയെ പിരിച്ചുവിടുമെന്നും എല്ലാവിധ പൊതുപരിപാടികളും അവസാനിപ്പിക്കുമെന്നും വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഫലം വന്നപ്പോൾ പ്രശാന്തിന്റെ ജൻസ്വരാജ് പാർട്ടിക്ക് ഒരു സീറ്റ് പോലും കിട്ടിയില്ലെന്ന് മാത്രമല്ല, കേവലം 3% വോട്ട് മാത്രമാണ് സ്വന്തമാക്കിയത്. നിതീഷ് ആവട്ടെ മറുഭാഗത്ത് മിന്നും വിജയം നേടി വീണ്ടും മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. ഇതോടെ തന്റെ വെല്ലുവിളി പോലെ തന്നെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമോ എന്ന് ആളുകൾ നോക്കിയിരിക്കെ തന്റെ നിലപാട് വ്യക്തമാക്കാനായാണ് പ്രശാന്ത് കിഷോർ പത്രസമ്മേളനവുമായി എത്തിയത്.